വെച്ചാൽ എന്നെ പോലെ വെജിറ്റേറിയൻ പെട്ടെന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭഗവാന്റെ ഹെൽപ്പ് ചോദിച്ചാൽ മതി. ഭഗവാൻ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. പിന്നെ ഭഗവാന്റെ പേരിൽ എന്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആരൊക്കെ കളിയാക്കിയാലും എന്തൊക്കെയായാലും ഭഗവാൻ നമുക്ക് സമയത്തിന് ഒരുക്കി തന്നോളും. ആ കളിയാക്കുന്നവർക്കും കൂടെ ബോധ്യം കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഭഗവാന്റെ പ്രസൻസ് അറിയത്തില്ലേ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മാത്രമേ പ്രസൻസ്, അങ്ങനൊന്നും ഭഗവാന്റെ മുമ്പിലില്ല കേട്ടോ. നമുക്കറിയാമല്ലോ, ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ, നോൺ വെജ് കഴിക്കേണ്ട, വെജിറ്റേറിയൻ മാക്സിമം കഴിക്കുക. അപ്പം അത് ശ്രമിക്കുക എന്നും പറഞ്ഞ് ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ നല്ല ഒരു മനുഷ്യരെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഞാനില്ല തിരുനേത്രം ചാനലിൽ പറഞ്ഞ പോലെ ഭഗവാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളത് വേണമെങ്കിൽ പ്രാവർത്തികമാക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക. അല്ലാതെ ഭഗവാൻ അതിൽ നിർബന്ധം പിടിക്കത്തില്ല, ഇന്നത് ചെയ്യണം എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കത്തില്ല. ഭഗവാനെ കൂട്ടുപിടിച്ചൊരു സഹായം ചോദിച്ചാൽ ഭഗവാൻ അതിന് സഹായിച്ചു തരും. അതല്ലാതെ നമുക്ക് വാശി പിടിക്കത്തേ ഇല്ല അദ്ദേഹം. അതുപോലെ തന്നെയാണ് അതിൽ തന്നെ ഞാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിലും ഞാൻ പറഞ്ഞു, ദുഷ്ടനിലും നല്ലവനിലും ഭഗവാനുള്ളത്. അതുകൊണ്ട് ഇന്ന രീതിയിൽ നിന്നാലേ ഭഗവാന്റെ പ്രസൻസ് അറിയാം, ഇന്ന രീതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിലും, നോൺ ലിവിങ്ങിലും ലിവിങ്ങിലും, ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിലും ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇന്നത് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ കൈ ഒഴുത്തില്ല. പക്ഷേ നമുക്കൊരു ദുഷ്ടനാണെങ്കിൽ പോലും മനസ്സറിഞ്ഞ് ക്ഷമ ചോദിച്ച് പിന്നെ ആ തെറ്റുകളൊന്നും ചെയ്യാതെ ഭഗവാന്റെ അടുത്തോട്ട് തിരിയുന്ന ഒരാളെ ഭഗവാൻ കൈ പിടിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും. അവൻ അതുവരെ ദുഷ്ടത്തരമായിരുന്നല്ലോ ചെയ്തതെന്നും പറഞ്ഞ് മനുഷ്യരെ പോലെ ചവിട്ടി മാറ്റത്തില്ല. നമ്മളെപ്പോഴാണോ ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് സകല തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നത്, അതുവരെയുള്ള കർമ്മഫലം എന്തായാലും അനുഭവിക്കേണ്ടി വരും, എപ്പോഴായാലും അനുഭവിക്കണം. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ നിമിഷം തൊട്ട് ഭഗവാൻ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പം ചെയ്യുന്നവരുണ്ടല്ലോ എത്രയോ പേര് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഈ കമൻറ്റ് വന്നല്ലോ, രണ്ടോ മൂന്നോ പേര് എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ, നോൺ വെജ് ഡോക്ടർ വെജിറ്റേറിയൻ ആണോ, പിന്നെ വേറൊരു കുട്ടി മെസ്സേജ് അയച്ചു വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കല്ലേ ദൈവത്തിൻ്റെ പ്രസൻസ് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ ഞാൻ എന്താ അതിന് ഉത്തരം കൊടുക്കണ്ടേ, കറക്റ്റായിട്ട് വേണമല്ലോ ഉത്തരം കൊടുക്കാൻ. അപ്പം പറഞ്ഞു, നീ നിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം പറഞ്ഞാലും അതിൽ ആളുകൾ എങ്ങനെയൊക്കെയാ മെസ്സേജ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വേണമെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലും ഇങ്ങനെ എന്താ പറയുക, ട്രോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കട്ട് ചെയ്തിടാവില്ല, ബീഫ് കഴിച്ചെന്ന് പറഞ്ഞൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഇടാം. അപ്പം അത് കറക്റ്റാണ്. അപ്പോൾ ഭാവം പറഞ്ഞു, നീ നിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങ്, പിന്നെ എനിക്ക് പറയാനുള്ളത് അന്നേരം ഞാൻ പറഞ്ഞു തന്നോളാം, അതങ്ങ് പറഞ്ഞോളും എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം പറയാൻ പോകുന്നത് ഭഗവാൻ പറയുന്ന കാര്യം. ഭഗവാൻ പറഞ്ഞേക്കുന്നത് എന്താ, എന്ത് ഫുഡാണോ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് അതിനനുസരിച്ചിരിക്കും ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവം. അങ്ങനെയല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അധികം ഒന്നും അറിയത്തില്ല, ഈ ഭഗവത്ഗീതയൊക്കെ ഭഗവാൻ പഠിപ്പിച്ചു വരുന്നേ ഉള്ളൂ. എനിക്കറിയാം ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ ചൊല്ലുന്നവരുടെ മുമ്പിലാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പം തൊട്ട് പറയാൻ പോകുന്നത് ഭഗവാൻ പറയുന്ന കാര്യമാണ്. എന്താണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്, എന്ത് ഭക്ഷണമാണോ നിൻ്റെ ഉള്ളിൽ പോകുന്നത് ആ സ്വഭാവ ഗുണങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലോട്ടാണോ ആ ഭക്ഷണം പോകുന്നത്, ഇപ്പം നല്ല സാത്വികം എന്നല്ലേ ആ ഭക്ഷണത്തിന് പറയുന്നത്, അങ്ങനത്തെ ഭക്ഷണം ഏത് മനുഷ്യൻ്റെ ഉള്ളിലോട്ട് പോയാലും ആ മനുഷ്യൻ്റെ സ്വഭാവം പോലെ ആ ഭക്ഷണവും മാറും. അതായത് നല്ലൊരു ഭക്ഷണം ഒരു ദുഷ്ടൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നതെങ്കിൽ ആ ഭക്ഷണം പോലും വിഷമായി മാറും. അപ്പോൾ നമ്മൾ ഭക്ഷണം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുന്ന പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം കാരണം ഭക്ഷണത്തിൻ്റെ ഗുണവും മാറും. അപ്പോൾ നോൺ വെജാണോ വെജാണോ എന്നൊന്നും അല്ല അവിടെ സംഭവം. നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാട്, നമ്മുടെ മനസ്സ്, നമ്മളെങ്ങനെയാണ് മറ്റുള്ള സഹജീവികളോട് നമ്മുടെ പെരുമാറ്റം, അതൊക്കെയാണ് ഭഗവാന്റെ മുമ്പിലെ നോട്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ജോലിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഓരോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഇന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലേ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു ക്രൈറ്റീരിയ ഭഗവാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കുക, നിൻ്റെ എന്ത് കണ്ടിട്ടാണ് ഭഗവാൻ നിന്നോട്
നിന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഭഗവാന്റെ ഭക്തരുടെ ഒരു സവിശേഷതയും എനിക്കില്ല. എനിക്കൊരു ഗുണങ്ങളും ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പം തന്നെ നോൺ വെജ് ഞാനിപ്പോൾ പറഞ്ഞു. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തയായ നമ്മുടെ സ്വസ്തികയുടെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് എനിക്ക് ഈയിടെ ഒരു മെസ്സേജ് അയച്ചു. അവരെന്നെ അവരുടെ രാധാ സഹസ്രനാമ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരട്ടെ, നിങ്ങൾ കയറുന്നോന്ന് ചോദിച്ചു. അവരെനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഈ മെസ്സേജ് അയച്ച കുട്ടി എന്താ പറയുക, ലളിതാ സഹസ്രനാമം, അത് പിന്നെ നാരായണീയം ഒക്കെ നല്ലപോലെ പഠിക്കുകയും അതൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതായത് സ്വസ്തികയൊക്കെ അവരൊക്കെ അങ്ങനെയാണല്ലോ. അവരെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരെല്ലാം അങ്ങനെയാണ്. നാരായണീയം എല്ലാം അരച്ച് കലക്കി കുടിച്ച് അല്ലെ അങ്ങനെ ഇങ്ങനെ നാമം ചൊല്ലി സ്പെസിഫിക് സമയം വെച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ അവരൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തു. എല്ലാവരും സ്വസ്തികയുടെ രാധാ സഹസ്രനാമ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ അഹങ്കാരിയായിട്ട് കാണരുതേ. ഞാൻ പറഞ്ഞു, എന്നെ അഹങ്കാരിയായിട്ട് തോന്നല്. എനിക്കതിൽ ആ ഗ്രൂപ്പിൽ എനിക്ക് ചേരാൻ താല്പര്യമില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഭഗവാൻ അറിയാം ഞാൻ ഓടുവാണ്. എനിക്കൊരു പ്രത്യേക ഒരു സമയം ഇരുന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും ഞാൻ പ്രാർത്ഥിക്കാറില്ല. എനിക്ക് നാരായണൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. ലളിതാ സഹസ്രനാമം ഞാൻ 2-3 വട്ടം ശ്രമിച്ചു നോക്കി, എനിക്കത് പറ്റുന്നില്ല. ഇപ്പം തന്നെ ആ വിഷുവിൽ വീഡിയോയിലിട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ ദേവി ഭാഗവതവും ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്കൊക്കെ, അതൊക്കെ അമ്മ വായിക്കുന്നത്, എൻ്റെ അമ്മ വായിക്കുന്ന പുസ്തകങ്ങൾ അവിടെ വെച്ചേക്കുന്നത്. ഞാനതൊന്നും വായിക്കാറില്ല. ഞാൻ ആകെ ചെയ്യുന്ന അഹല്യാസ്തുതി ചെയ്യിപ്പിക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹനുമാൻ ചാലീസ, അതായത് ഞാൻ ആ ചാനലിൽ പറഞ്ഞ പോലെ ഉള്ളീന്ന് ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞപ്പോഴാണ് ഹനുമാൻ ചാലീസ എന്താണെന്നും അതിൻ്റെ കഥകൾ പോലും അർത്ഥങ്ങൾ പോലും തിരക്കിപ്പോയി. ഓക്കെ, ഇത് ഭഗവാൻ പറഞ്ഞു തന്നാണ് എന്നും പറഞ്ഞ് അത് പ്രാർത്ഥിക്കും. പിന്നെ ഈ വിഷ്ണു അഷ്ടാവിംശതി സ്തോത്രം, ഇത് 3 ഞാൻ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തരുടെ ഒരു ക്വാളിറ്റി എനിക്കില്ല. പിന്നെ എന്താന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആകെ ഉള്ളൊരു ഗുണം, ഞാൻ ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പണ്ട് ഞാൻ എൻ്റെ ഒരു കഷ്ടകാല സമയത്ത് ഞാനൊരു സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഭഗവാന്റെ അടുത്ത് ചേർന്നതാണെങ്കിൽ ഇപ്പം ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഭഗവാനെ ഞാൻ സ്നേഹിക്കുന്നത്. ഞാനങ്ങ് സ്നേഹിക്കുക. എനിക്ക് ഭഗവാനൊന്നും തന്നില്ലെങ്കിലും ഞാനങ്ങ് സ്നേഹിക്കുകയാണ്. അപ്പം അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഗുണം. അല്ലാതെ അത് ഗുണമാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അല്ലാതെ ഞാൻ ഭഗവാന്റെ ഒരു പുണ്യഗ്രന്ഥങ്ങളോ ഒന്നും വായിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഓട്ടമാണ്. അപ്പോൾ ഞാനൊരു ഗ്രൂപ്പിലൊക്കെ ചേർന്ന്, ആ ഗ്രൂപ്പിലൊക്കെ കുറേ നിയമങ്ങൾ കാണുമല്ലോ, ഇങ്ങനെ ഇന്ന ദിവസം അല്ലെ എല്ലാ ദിവസവും ഇത്ര സമയത്ത് നാമം ചൊല്ലിയിടണം, അങ്ങനെ ഒന്നും എനിക്ക് ഒരാൾക്കും ഒരു എന്താ പറയുക, അങ്ങനെ സമയം വെച്ച് അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഹങ്കാരിയാണെന്ന് വിചാരിക്കരുത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആൾക്ക് മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കേൾക്കുന്നവരോടൊക്കെ പറയുന്നത്, നോൺ വെജാണോ വെജാണോ ഒന്നുമല്ല ഭഗവാൻ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ എനിക്കറിയത്തില്ലല്ലോ. പക്ഷേ നമ്മുടെ ഈ എന്ത് ക്രൈറ്റീരിയ ഭഗവാൻ നോക്കുന്നതെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. എന്നോട് ഭഗവാന് ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെയും, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ കാര്യം അതൊന്ന്. രണ്ടാമത് ഇതും ഇപ്പം ഭഗവാൻ പറഞ്ഞിരുന്ന കാര്യം തന്നെ പറയുന്നത്. നമ്മൾ ഈ വെജിറ്റേറിയൻ കഴിച്ചവർക്കേ ഭഗവാനെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ ഇവർ വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ വെച്ച് ഉദ്ദേശിക്കുന്ന എന്താ? അഹിംസ, ഹിംസ അല്ലേ? മറ്റുള്ളവരെ ഹിംസിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ, ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വെജിറ്റേറിയൻ കഴിക്കുന്നവരെല്ലാവരും ആരെയും മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, ഈയിടെ നമ്മുടെ അടുത്തൊരു കുട്ടി വന്നു. ആളുടെ കല്യാണം കഴിഞ്ഞ് എന്തോ ഡൗറി സംബന്ധമായിട്ടുള്ള സംസാരം വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഗർഭിണിയായ സമയത്ത്, കുട്ടി ഗർഭിണിയായി അറിഞ്ഞ സമയത്ത് അവരുടെ മദർ ഇൻ ലോ
പറഞ്ഞു, ഡൗറി ഇല്ലല്ലോ, ഡൗറി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ വേണ്ട, ഇതിനെ നമുക്ക് അബോർട്ട് ചെയ്യാം അല്ലെ കൊല്ലാം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷെ ആ കുട്ടി അത് ചെയ്തില്ല. പക്ഷെ 9 മാസവും നല്ല രീതിയിൽ ഹറാസ് ചെയ്തു. പിന്നെ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് സ്പീച്ച് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ 9 മാസവും നമ്മൾ പറഞ്ഞിട്ടില്ലേ, വയറ്റിൽ കിടക്കുമ്പം അമ്മയുടെ മാനസിക അവസ്ഥ പോലെ ഇരിക്കും കുഞ്ഞിനെയും ബാധിക്കുന്നത്. അപ്പം ഈ സ്ത്രീ കുറേ വിഷമിച്ചത് കൊണ്ടാകാം അവരുടെ കുഞ്ഞിന് സ്പീച്ച് പ്രോബ്ലം വന്നു. അപ്പോൾ അതുമായിട്ട് ട്രീറ്റ്മെൻറ്റായിട്ട് വന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ വായിൽ നിന്നൊരു വർത്തമാനം പറഞ്ഞു, അവിടുത്തെ അമ്മ അവിടുത്തെ അമ്മ വെജിറ്റേറിയനാ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ വെജിറ്റേറിയനാ ഹിംസിക്കുക, ഞാൻ മീനും ചിക്കനും അതിനൊന്നും ഉപദ്രവിക്കത്തില്ല, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ കൊല്ലാം, അതും അത് വയറ്റിലുണ്ടെന്ന് അറിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ കൊല്ലാമെന്ന് പറയുന്നത് അത് ഹിംസയല്ലേ? അപ്പം വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രമല്ല ഭഗവാനെ അറിയാവോ, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ ചീത്ത മനസ്സാണ്, ചീത്ത ശരീരം അല്ല, അതുകൊണ്ട് ഭഗവാനെ അറിയത്തില്ല, അതൊന്നും അല്ല ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ നോക്കുന്നത് നിന്റെ ഉള്ളിലെ മനസ്സാണ്, നമ്മുടെ ഉള്ളിലെ മനസ്സാണ് മറ്റുള്ള സഹജീവികളോടുള്ള ഇത്. അപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നോൺ വെജ് കഴിച്ചു, അത് ഹിംസയാണ്, സത്യമാണ്. പക്ഷേ വെജിറ്റേറിയൻ ആയിട്ടുള്ളവരും ഈ തരത്തിൽ നോക്കിയാൽ അവരും ഹിംസിക്കുമല്ലേ ശരിക്കും ചെയ്ത്. ആ സ്ത്രീയും അതന്നെയല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സഹിച്ച് നിന്നേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഡോക്ടറെ, നമ്മുടെ സമൂഹത്തെ പേടിച്ചാണ്. അതായത് അച്ഛനമ്മമാർ ഞങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പം തല കുനിക്കേണ്ടി വരത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയും തല ഉയർത്തി നിർത്താൻ വേണ്ടി നിങ്ങൾ സഹിച്ചു. ഇപ്പം ആർക്കും അത് വിഷമം വന്നു, നിങ്ങളുടെ ജീവിതാവസാനം വരെയും പിന്നെ ഈ കുട്ടിയുടെ ജീവിതാവസാനം വരെയും അവൻ എന്തുമാത്രം വിഷമം വരും സ്പീച്ച് പ്രോബ്ലം കാരണം. അപ്പം അതിന് വേണ്ടിയുള്ള കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഇപ്പം ഈ കേൾക്കുന്നതിൽ നമ്മളെ എല്ലാവരും, ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമൂഹത്തെ പേടിച്ച് കഴിയുന്ന കുട്ടികളുണ്ടല്ലോ, ഞാനപ്പോൾ അവരോടായിട്ട് പറയുവാണ്, നമുക്ക് ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഒരു സമൂഹവും ഇല്ല. ഇപ്പോൾ ചിലർ പറയും, അയ്യോ നമ്മളിപ്പോൾ ഇപ്പോൾ ഓക്കെ എനിക്ക് എൻ്റെ മനസ്സമാധാനം വേണ്ട എന്നും പറഞ്ഞ് ചിലർ രക്ഷപ്പെട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോവായിരിക്കും. അച്ഛനും അമ്മയും കുറച്ച് തല കൊനിച്ചാൽ സാരമില്ല, എനിക്ക് എൻ്റെ ജീവിതം വലുത് എന്ന് അപ്പോഴും ആളുകൾ പറയുന്നത് എന്തായിരിക്കും, ഇവളവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന എന്ന് പറയും. അതല്ലെങ്കിൽ അവരെല്ലാം സഹിച്ച് അവസാനം ഇവരെന്തെങ്കിലും ആത്മഹത്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ആ വീട്ടിലുള്ളവരാരെങ്കിലും ഇവരെ കൊല്ലുകയോ എല്ലാം ചെയ്ത് ആ ഒരു ഡെഡ് ബോഡി വന്ന് നിൽക്കുമ്പോഴും ഇതേ ആളുകൾ തന്നെ പറയും, എന്തിനാണ് ഈ കുട്ടി അവിടെ സഹിച്ച് നിന്നത്, അവൾക്ക് ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഭഗവാൻ തന്ന ആ ഒരു നമ്മുടെ ജീവന് നമ്മൾ വില കൊടുക്കാത്ത പോലെ. അപ്പം ഞാൻ ഈ കുട്ടിയോട് ഇത് തന്നെ ചോദിച്ചത്, ഇപ്പം നിങ്ങളിപ്പം ലാസ്റ്റ് നിമിഷം വരെയും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാമല്ലോ, അവനും അതുപോലെ തന്നെ, ആ കുഞ്ഞിനും അതുപോലെ വിഷമിക്കേണ്ടി വരത്തില്ല അവൻ്റെ സ്പീച്ച് പ്രോബ്ലം കാരണം. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇപ്പം തന്നെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ അറിയുന്നവർ പോലും, ഭഗവാന്റെ കാര്യങ്ങളും വലിയ ഭക്തരും ഒക്കെ ആയിട്ടുള്ളവർ പോലും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം മാറ്റാതാണ് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അത് പറഞ്ഞ് എത്ര മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം കണ്ണിൽ വലിയൊരു തടിക്കഷ്ണം ഇരിക്കുക, അതെടുത്ത് കളഞ്ഞ് അത് ട്രീറ്റ് ചെയ്യുകയോ വല്ലതും ചെയ്യുന്നതിന് പകരം അപ്പുറത്തിരിക്കുന്നതിൻ്റെ കണ്ണിൽ കുഞ്ഞ് കരടായിരിക്കും, ചെറിയൊരു പൊടിയായിരിക്കും, അതിൻ്റെ കുറ്റം കണ്ടുപിടിച്ച് അതിൻ്റെ വലിപ്പവും അതിൻ്റെ സൈസും അളക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അപ്പം നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ കാണും, അതൊക്കെ മറച്ചു വെച്ചിട്ട് വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടുകയും അവരെയും കൂടെ വിഷമിപ്പിക്കുക, അതും ഒരു തരത്തിൽ നമ്മൾ വിഷമിപ്പിക്കുക, അതും ഒരു തരത്തിൽ അവരെ ഹിംസിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണത്തിൽ മാത്രമല്ല ഹിംസ, ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതും ഹിംസ തന്നെയാണ്. അതുപോലെ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, ഭയങ്കര ബ്രാഹ്മണ കുടുംബത്തിലൊക്കെ ജനിക്കുന്നവരുണ്ടല്ലോ, പൂജാരികൾ, അവർ ഫുൾ ടൈം വെജിറ്റേറിയൻ അല്ലേ കഴിക്കുന്നത്, അവരെന്തുകൊണ്ടാണ് എന്നിട്ട് ചിലർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ, ഭഗവാന്റെ തിരുവാഭരണം മൂട്ടിച്ചു അല്ലെങ്കിൽ അമ്പലത്തിൽ ആഭരണങ്ങൾ എടുത്തു എന്നൊക്കെ. അതും ഒരു തരം തെറ്റല്ലേ? വെജിറ്റേറിയൻ കഴിച്ചിട്ട് ചെയ്യുന്നവരാ ഇതെല്ലാം.
അപ്പം വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ അല്ല അപ്പം അത് ഭഗവാന്റെ മുമ്പിൽ നമ്മളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ മനസ്സിലായില്ലേ ഭഗവാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് കർമ്മം അവരുടെ പ്രവൃത്തി ചീത്തയാണെങ്കിൽ പിന്നെ എന്ത് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? വലിയ പൂജാരിയാ, വലിയ ബ്രാഹ്മണ കുടുംബത്തിലാ ജനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ഫുഡും കഴിച്ചിട്ട് ഇപ്പുറത്ത് കയറി ഭഗവാന്റെ കാര്യങ്ങൾ കക്കുക എന്ന് വെച്ചാൽ അപ്പം പോയില്ലേ അവിടെ പരിപാടി തീർന്നില്ലേ? അവിടെ കർമ്മഫലം അവിടെ വേറൊരു കർമ്മമായി മാറിയില്ലേ? അപ്പോൾ എന്താ പറയുക, ഭഗവാന്റെ കാര്യം ഇപ്പം അമ്പലത്തിലിരുന്നാലും ഈ പറഞ്ഞ പൂജാരികളുടെ കയ്യിലിരുന്നാലും ആരുടെ കയ്യിലിരുന്നാലും ലോകത്തിൽ എവിടെ ഇരുന്നാലും ഭഗവാന്റെ തന്നെയാണ്. പക്ഷെ അർഹിക്കാത്തൊരു സാധനം ആറ് അനുവാദം ഇല്ലാതെ മേടിക്കുക എന്ന് വെച്ചാൽ അത് മോഷണമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് മോഷണവും കൂടെ ചെയ്യുമ്പം അവിടെ എന്ത് കർമ്മമാണ് ഉള്ളത് നടന്നേക്കുന്നത്? ഒരു ചീത്ത കർമ്മമാണ് നടന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? അപ്പോൾ അതാണ്, ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. നോൺ വെജ് വെജോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്താണെന്ന്. ബാക്കി പറയാനുള്ളത് ഭഗവാൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത് പറയാനേ എനിക്ക് ഇപ്പം തൽക്കാലം നിർവാഹമുള്ളൂ. അപ്പം രണ്ട് കാര്യമാണ്. നമ്മുടെ കർമ്മമാണ് ഭഗവാൻ നോക്കുന്നത്. രണ്ട്, ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്ഷണം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നോ അതുപോലെ തന്നെയാണ് ഒരു ഭക്ഷണത്തിൻ്റെ ഗുണത്തെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്താൽ മാറ്റപ്പെടുന്നത്. അതായത് ഒരു നല്ല ഭക്ഷണം ഒരു ദുഷ്ടൻ കഴിച്ചാൽ അത് വിഷമായി മാറും. അപ്പം നല്ല മനസ്സുള്ളവൻ്റെ ഉള്ളിലോട്ടൊരു നോൺ വെജ് പോയാൽ അത് സാത്വിക ഫുഡായിട്ടും മാറും. പിന്നെ നോൺ വെജ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് പറ്റാത്തവർ എന്നെ പോലെ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ച് പതുക്കെ മാറ്റുക. അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ നമ്മുടെ സർവം കൃഷ്ണൻ വീഡിയോസ് വന്നു തുടങ്ങിയപ്പോൾ അതിൻ്റെ താഴെ ഒരാളിങ്ങനെ മെസ്സേജ് ഇട്ടു, കമൻ്റ് ഇട്ടു, ഇതുപോലെ ഞാൻ മഹാദേവൻ്റെ പരമഭക്തയാണ്. അതായത് ഭഗവാനെ എപ്പോഴും മഹാദേവനെ എപ്പോഴും ഓം നമഃ ശിവായ ചൊല്ലി അമ്മയുടെ ഒരു ഇങ്ങനെ ഒരു ജന്മം കഴിച്ചു കൂട്ടുന്നു എന്നുള്ള രീതിയിൽ ആൾ മെസ്സേജ് ഇട്ടു, കമൻ്റ് ഇട്ടു. അപ്പം സാധാരണ ഞാൻ ഈ ഇതിൽ കമൻ്റ് വരുമ്പം ആദ്യം തന്നെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് തോന്നിക്കുന്ന കാര്യത്തിന് മാത്രം റിപ്ലൈ അയക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ പതുക്കെ സമയം എടുത്താണ് ഒരു കൂപ്പ് കയ്യോ ഒരു ലൈക്കൊക്കെ ഇടുന്നത്. ചിലതിന് ഭഗവാൻ തോന്നും അത് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ പക്ഷെ ഇതുവരെ ഞാനായിട്ട് ആരെയും അതിനകത്ത് വരുന്ന ആരെയും അമ്മയെന്നോ അങ്ങനെ ചേച്ചിന്നോ അങ്ങനെ ആരെയും സംബോധന ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ എൻ്റെ ഒരു തോന്നൽ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ അല്ലെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരൊക്കെ ആയിരിക്കും ചേച്ചി എന്ന് പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇടാറുണ്ട്. അപ്പം ആ ഒരു എൻ്റെ സെയിം പ്രായം അല്ലെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കും ഇത് കാണുന്നത് എന്നുള്ള വിചാരിച്ച് നമ്മൾ എടുത്തില്ല. നമുക്കറിയത്തില്ലല്ലോ അവരെ ഏത് ഏജിലാണെന്ന്. അപ്പോൾ അവരെ കയറി അമ്മയെന്നോ അച്ഛാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്നും അവരുടെ പേരോ ഒന്നും വിളിക്കാറില്ല, അതിനുള്ള ഉത്തരം കൊടുക്കാറേ ഉള്ളൂ. അപ്പം ഈ കമൻറ്റ് വന്നപ്പം ഞാൻ രാവിലെ ഒരു 5 മണിക്ക് കണ്ണ് തുറന്നപ്പോൾ ഇങ്ങനെ ഈ കമൻറ്റ് ഇങ്ങനെ വന്ന് കിടക്കുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഉടനെ ഉള്ളിന്ന് പറഞ്ഞത് അമ്മേ എന്ന് വിളിച്ച് വേണം മെസ്സേജ് കൊടുക്കാൻ, അതായത് അമ്മേന്ന് സംബോധന ചെയ്യണം. അപ്പോൾ ഞാൻ ഉടനെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ പ്രായമേ കാണത്തുള്ളവർക്ക് കേട്ടോ, ഞാൻ അവരെ കയറി അമ്മേന്ന് വിളിക്കുമ്പോൾ അവരെന്തോ തോന്നുന്നത് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അതിന് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഭഗവാൻ പറഞ്ഞായിട്ട് നമുക്ക് തിരിച്ചൊന്നും ഇല്ലല്ലോ, അങ്ങനെ തിരിച്ച് പറയാനൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഉടനെ അങ്ങനെ തന്നെ എഴുതി, അമ്മേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുന്തി ദേവിയെ പോലെ എന്തെങ്കിലും ദുഃഖങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങളുടെ കർമ്മഫലം ഒഴിവാക്കുവാന്ന്. അപ്പം ഞാൻ അങ്ങനെ മെസ്സേജ് ഇട്ടു. കുറേ കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് ഒരു മകനുണ്ട്. അതായത് ആ അമ്മയെന്ന് വിളിക്കാനുള്ള ഒരു പ്രായം അവർക്കുണ്ട്. അത് ഭഗവാൻ അറിയാമല്ലോ. ഇപ്പം എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ ഇങ്ങേറ്റത്തിരിക്കുന്നെങ്കിലും ഭഗവാൻ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുമല്ലോ, അത് ഭഗവാൻ അറിയാമല്ലോ. അപ്പോൾ അവരിങ്ങനെ മെസ്സേജ് അയച്ചു, ഇതുപോലെ മോളെ ഞാനിങ്ങനെ അമ്മയെന്ന് വിളിച്ചതിന് സന്തോഷം, പിന്നെ ഇതുപോലെ അവർക്ക് ബന്ധുമിത്രാദികൾ ആരും ഇല്ല, ഉള്ളവരാണെ അവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ തിരിച്ച് അവർക്ക് മെസ്സേജ് അയച്ചത്, ഞാനല്ല അമ്മയെന്ന് വിളിച്ചത്, സാക്ഷാൽ ഭഗവാനാണ്
താങ്കളെ അമ്മയെന്ന് വിളിച്ചത്. എനിക്ക് നിങ്ങളുടെ ഏജ് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ ഏജ് ആയിരിക്കുമെന്നാണ്. പക്ഷേ അവർ അമ്മയുടെ പ്രായം ഉണ്ടെന്നും അമ്മയുടെ പ്രായം ഇല്ലെങ്കിൽ പോലും അത് ഭഗവാനാണ് അമ്മയെന്ന് വിളിച്ചത്. അതായത് ഭഗവാൻ അവരെ അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പം സാക്ഷാൽ ഭഗവാൻ അമ്മയെന്ന് വിളിച്ചെടുത്ത് ഇനി വേറെ ബന്ധുമിത്രാദികൾ വേണോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അതിന് അവർ ഭയങ്കര സന്തോഷത്തോടെ റിപ്ലൈ അയച്ചു കേട്ടോ. അവർ പറഞ്ഞു എനിക്കിത് മതി, ഇനി ഉള്ള സമയം ജീവിക്കാൻ എന്നും പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. മോളെ, എനിക്ക് രാധാറാണിയുടെയും ഭഗവാന്റെയും സ്വപ്നദർശനം ഉണ്ടായി. എന്നിട്ട് അമ്മയ്ക്ക് ചൊല്ലാനുള്ള ഒരു രാധാ മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞ് അമ്മ ഒരാഴ്ച കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞിങ്ങനെ, ഞാൻ മഹാദേവനെ ദുർഗാമ്മയും വിളിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്നും പറഞ്ഞ് അമ്മ മെസ്സേജ് അയച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആർക്കെങ്കിലുമൊക്കെ നമ്മൾ വഴി ഒരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കിങ്ങനെ എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടും ഒക്കെ അറിയാം ഞാനിങ്ങനെ രാവിലെ പാല് വെക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് പേര് എത്ര കേട്ടാലും മതി വരാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയുക. അപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ട അമ്മയ്ക്ക് അറിയാം, ഞാനിങ്ങനെ അതിൽ പറഞ്ഞൊക്കെ അമ്മയ്ക്ക് അറിയാം ഞാൻ എപ്പോഴും ഭഗവാൻ രാവിലെ പാല് വെക്കും. അപ്പം ഭഗവാന് പാലും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വെക്കുമെന്ന്. അപ്പോൾ അമ്മ വന്നൊരു 3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കുക. അപ്പം ഞാൻ സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാന് കൊടുക്കണമല്ലോ, അതുകൊണ്ട് മുട്ട വേറെ പുഴുങ്ങി വെച്ചിട്ട് കറിയും അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ആവശ്യമുള്ളൊരു മുട്ട കഴിക്കട്ടെ എന്നുള്ള രീതിയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ തൂത്ത് വാരിക്കൊണ്ടിരിക്കുക. അമ്മ എല്ലാം ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക. അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി വന്നോ, ഭഗവാനുള്ള ഫുഡ് റെഡിയായി. അപ്പോൾ എനിക്ക് ഈ തൂത്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് അത് നിർത്തിയിട്ട് പോകാനുള്ള മടി കാരണം ഞാൻ പറഞ്ഞു, മുട്ട പുഴുങ്ങിയില്ലല്ലോ, മുട്ട പുഴുങ്ങിയിട്ട് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞേ, മുട്ട ഭഗവാന് കൊടുക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കും. അപ്പോൾ സമയമുണ്ടല്ലോ, കൊടുക്കാം. ഞാനപ്പോൾ തൂത്ത് വാരി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാറാവും, അതിന് മുമ്പായിട്ട് ഭഗവാൻ എന്തായാലും കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ എന്നിങ്ങനെ ഞാൻ അമ്മയോട് പറയാം. അപ്പം അമ്മ തിരിച്ചിങ്ങനെ, നിനക്ക് തോന്നുമ്പോഴാണോ ഭഗവാന് കൊടുക്കണ്ടേ, ഓൾറെഡി ആയി കഴിഞ്ഞല്ലോ, ഇനി അങ്ങോട്ടങ്ങ് വെച്ചാൽ പോരെ, മുട്ട പുഴുങ്ങാൻ വെയിറ്റ് ചെയ്യണോ, ചൂടോടെ ഭഗവാന് കൊടുത്തുകൂടെ, ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭഗവാൻ പറയാം, അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, ഇവള് എങ്ങനെ എനിക്ക് ഫുഡ് തരുന്നത് അറിയാം, അവൾക്ക് തോന്നുന്ന സമയത്താണ് എനിക്ക് ഫുഡ് തരുന്നത്. അമ്മയ്ക്ക് അറിയുമോ എനിക്ക് ഇങ്ങനെ, അതായത് നമ്മൾ ഈ എന്താ പറയുക, തമാശ രൂപേണ ഇങ്ങനെ ഭാര്യയും ഭർത്താവും കഴിയുന്നിടത്തോട്ട് ഭാര്യയുടെ വീട്ടുകാർ വന്നിട്ട് അവിടുത്തെ ഭാര്യയുടെ അമ്മ ഇവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചാൻസ് നോക്കി ഭർത്താവ് അവളുടെ കുറ്റം പറയത്തില്ല, അതേമാതിരി അമ്മ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭഗവാൻ ഉള്ളിന്ന് പറയാം, അമ്മയ്ക്കറിയുമോ അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് എനിക്ക് ഫുഡ് തരുന്നത്, അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ അതിനൊന്നും മറുപടി മനസ്സിൽ പറയുന്നില്ല കേട്ടോ. ഞാൻ അമ്മയെടുത്ത് ശരി ഇതാ എന്ന് പറഞ്ഞു ഇങ്ങനെ. എന്നിട്ട് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ട് അന്നേരം ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് വെച്ചിട്ട് ഞാൻ ഈ ഫുഡ് വെക്കുന്നൊരു ഭഗവാന്റെ ഒരു ഫോട്ടോ ഉണ്ട് വേറെ, ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞു, കള്ള കൃഷ്ണ, എന്നോട് എന്താ പറയുന്നത്, എനിക്ക് സമയത്തിന് ഫുഡ് തന്നില്ലേലും സാരമില്ല, എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി, എനിക്കറിയാമല്ലോ നിന്റെ ഓട്ടം. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം രാഷ്ട്രീയക്കാർ കാണത്തില്ലല്ലോ ഇത്രയും കൂറുമാറുന്നു, എത്ര പെട്ടെന്നാണ് കൂറുമാറിയ ഇങ്ങനെ. അതൊരു സംഭവം ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ട്. അപ്പം ഞാൻ വെച്ചിത് പറയണമെന്ന്. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, പറയാൻ പറ്റുന്നതല്ലേ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഇൻ്റർവ്യൂ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിൽ 5th എപ്പിസോഡിൽ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള മേജർ സ്പിരിച്വൽ ടേണിംഗ് പോയിന്റ്, ആ സമയത്ത് ദേവരാജൻ സാറിനെ വിളിക്കുമ്പോൾ എന്താണോ ആ സംഭവം ഒന്നും എനിക്കറിയില്ല. സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കി. അതിന് ശേഷമാണ് എനിക്ക് അതിനെപ്പറ്റി കുറച്ച് ഞാൻ ഡീപ്പായിട്ട് പഠിച്ചത്. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിപ്പം ഞാൻ പറയാം. എന്ത് നോക്കിയാണ് ഭഗവാന്റെ പ്രസൻസ് അറിയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ നമ്മളെ
എന്ത് ക്രൈറ്റീരിയ നോക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല എന്ത് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ. നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് വരേണ്ട ഒരു സ്പിരിച്വൽ ടേണിങ് സംഭവം എക്സ്പീരിയൻസ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഭഗവാൻ എന്ത് കണ്ടിട്ടാണ്, അല്ലെ ഭഗവാന്റെ സ്തുതിയിൽ പറയുന്ന പോലെ ഭഗവാന്റെ സേവകർക്ക് പോലും അറിയത്തില്ല ഭഗവാന്റെ അടുത്ത നിമിഷത്തെ പ്ലാൻ എന്താണ്. അതുപോലെ തന്നെയാണ് ഓരോ ഭക്തന്റെ എന്ത് കണ്ടിട്ടാണ് ഭഗവാൻ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ 5ാമത്തെ എപ്പിസോഡും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അടുത്ത തിരുനേത്രം ചാനലിൽ വന്നപ്പോൾ ഭഗവാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നു അത് പറയരുതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാഞ്ഞത്. അന്നേരം അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് അതിനെപ്പറ്റി. ഭഗവാൻ പലതരത്തിലും പറഞ്ഞു തന്നിട്ടും മനസ്സിലാവാത്ത കൊണ്ട് മനുഷ്യരുടെ ഇടയ്ക്കുന്നൊരു ഗുരു വേണമായിരുന്നു. അപ്പോൾ ദേവരാജൻ സാറിലൂടെ എനിക്കതൊന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അന്നേരം അത് എനിക്ക് പറയേണ്ടി വന്നത്. പിന്നീട് ഭഗവാൻ പറഞ്ഞത് പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് തിരുനേത്രം ചാനലിൽ പറയാഞ്ഞത്. അപ്പം ഇപ്പം ഇത് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്. അപ്പോൾ സന്തോഷം കാരണവും ഒക്കെ ആയിട്ട് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ ആളോട് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒരുമാതിരി പുച്ഛഭാവത്തോടെ പറഞ്ഞ് അപ്പോൾ ലോകത്തുള്ള എല്ലാ അമ്പലങ്ങളിൽ നിൽക്കുന്ന പൂജാരികൾക്കും യോഗ ചെയ്യുന്നവർക്കും ഒക്കെ എത്ര ഇങ്ങനെ ആള് ഇങ്ങനെ പറഞ്ഞു അവർക്കൊക്കെ അപ്പോൾ അതായത് എനിക്ക് ആള് പറഞ്ഞതിൻ്റെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അത്ര സിമ്പിളായിട്ട് കിട്ടും. ഈ പറയുന്ന വലിയ സംഭവമൊന്നുമല്ല ഇദ്ദേഹം. ഈ ഭഗവാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും കിട്ടും, ഈസിലി കിട്ടും എന്നുള്ള ഒരു എന്താ വെച്ചാൽ എനിക്ക് അന്നേരം ഫീൽ ചെയ്ത ശരിക്കും അങ്ങനെയാണ് മെസ്സേജ് കിട്ടിയത്. എനിക്ക് ആൾ പറഞ്ഞ സംസാരത്തിൽ നിന്ന് എനിക്ക് ഉള്ളിൽ കിട്ടിയ മെസ്സേജ് നമ്മുടെ ഭഗവാനെ എന്താ പറയുക ഒന്നുമല്ലാത്ത രീതിയിൽ ഒന്നുമില്ല അത്ര ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഭഗവാനെ സ്മരിച്ചാൽ കിട്ടും. ശരിയാണ്, നമുക്കത് ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടാൽ എല്ലാം നമ്മൾ വലിയ വലിയ തപസ്സൊന്നും ചെയ്യേണ്ട, ഭഗവാനെ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചാൽ മാത്രം മതി. പക്ഷെ എനിക്ക് ആളുടെ ഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആൾ പുച്ഛിക്കുന്ന പോലെ, ഭഗവാനെ ഇൻസൾട്ട് ചെയ്ത് പറയുന്ന പോലെ. അപ്പോൾ അതായത് അത്ര വലിയ സംഭവമൊന്നും അല്ല, ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ കിട്ടും എന്നുള്ള രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ തന്നെ എനിക്ക് മെസ്സേജ് കിട്ടി. പുച്ഛഭാവത്തോളാ സംസാരിച്ചത്. അന്ന് വൈകുന്നേരം എനിക്കങ്ങ് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം ഞാൻ കാരണം എൻ്റെ ഭഗവാനെ ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം. ഞാനത് പറയാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലാത്ത ആളുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ ഭഗവാനെ ഇങ്ങനെ അപമാനിക്കേണ്ടി വന്നേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വിഷമിച്ച് കിടക്കുക. എന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. രാവിലെ ഒരു 4 മണിയായപ്പോൾ ഞാനിങ്ങനെ ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഭഗവാന്റെ രൂപത്തിലൊന്നുമല്ല, പ്രകൃതിയെ നോക്കിയായിരിക്കും ഈ അഹല്യസ്തുതിയൊക്കെ ജപിക്കുന്നത്. അപ്പം ഞാൻ ആ പ്രകൃതി ആകാശത്തോട്ടും ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ആ ജനലിൻ്റെ സൈഡിൽ എനിക്ക് നേരിട്ട് കാണാം. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ കരയുക. ഞാനിങ്ങനെ എന്താ പറയുക, പൊട്ടി കരയുക ഞാൻ. എൻ്റെ ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ കാരണം അദ്ദേഹത്തിനെ ഇങ്ങനെ അപമാനിച്ചല്ലോ എന്നിങ്ങനെ. രാത്രി മൊത്തം കരച്ചിലായിരുന്നു. അന്നേരം നമുക്ക് കുട്ടികളും ഹസ്ബൻഡൊക്കെ ഉള്ള നമുക്ക് ഇങ്ങനെ ശബ്ദം വെച്ച് കരയാൻ പറ്റില്ല. പക്ഷെ 4 മണിക്കാകുമ്പോൾ ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഏങ്ങലടിച്ച് വിഷമിച്ച് കരയുക. എൻ്റെ ഭഗവാനെ ക്ഷമിക്കണേ, എൻ്റെ ഭഗവാനെ ഞാൻ കാരണം അപമാനിച്ചല്ലോ എന്നിങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം, അവർക്കെങ്ങനെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അപ്പോൾ ആ ശബ്ദം എന്ന് വെച്ചാലില്ലേ, ആ ശബ്ദം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ദേഷ്യം, ഭയങ്കര സ്നേഹം, ഭയങ്കര സങ്കടം നിറഞ്ഞ്, ഇത് 3 ഭാവം കൂടെ നിറഞ്ഞ
രീതിയിലുള്ള ശബ്ദമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. അവർക്ക് എങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് അയ്യോ എൻ്റെ ഭഗവാന് വിഷമമായി. ഞാൻ പെട്ടെന്ന് എൻ്റെ കരച്ചിൽ നിർത്തിയിട്ട് അയ്യോ അവർക്ക് എൻ്റെ ഭഗവാന് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കാൻ വരും, ഭഗവാനെ സോറി എന്ന്, ഭഗവാനെ എന്നോട് ക്ഷമിക്ക് എന്ന് പറയാൻ വരുമ്പോഴത്തേക്ക് അടുത്ത ശബ്ദം ഞാൻ കേൾക്കുന്നിങ്ങനെ, അവർക്ക് എങ്ങനെ നിന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കാൻ പറ്റും, അവർക്കറിയാമോ ഞാൻ നിനക്ക് തന്നേക്കുന്ന സ്ഥാനം എന്താണെന്ന്, നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചക്കായിരിക്കും. വെച്ചാൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭഗവാനെയാണ് അവർ ഇൻസൾട്ട് ചെയ്ത് പറയുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഭഗവാനല്ലേ അറിയത്തുള്ളൂ. അവർ പുച്ഛിച്ചത് എന്നെയായിരുന്നു. അവർ പറഞ്ഞത് യോഗയൊക്കെ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഫുൾ ടൈം ഭഗവാന്റെ പൂജയൊക്കെ ചെയ്യുന്നവർക്കൊന്നും കിട്ടാത്ത ഈ സംഭവം നിന്നെ പോലെ തുച്ഛമായിട്ടുള്ള ഒരാൾക്ക് കൊടുത്താൽ എങ്ങനെ കിട്ടും, അതൊക്കെ എൻ്റെ തോന്നലായിരിക്കും, അത്രയ്ക്ക് സിമ്പിളാണോ എന്നാണ് അവരുദ്ദേശിച്ചത്. എനിക്കാണ് മെസ്സേജ് കിട്ടിയത്, എനിക്കാണ് അങ്ങനെ തെറ്റിദ്ധാരണ വന്നത്, എൻ്റെ ഭഗവാനെയാണ് അവർ ഇൻസൾട്ട് ചെയ്തത്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഭഗവാൻ അറിയാമല്ലോ അവരെന്താ ഉദ്ദേശിച്ചതെന്ന്. അവരെന്നെയായിരുന്നു ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഭഗവാൻ, ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകിന്, ഞാൻ ആ തിരുനേത്രം വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, ഭഗവാനെ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്, എന്നാലും ഒന്ന് കേൾക്കാനുള്ള കൊതി കണ്ടാ എന്നെ എത്ര ഇഷ്ടമാണെന്ന് പറയുമോ. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ പറഞ്ഞവരോട് എനിക്ക് സന്തോഷത്തോടെ ഞാൻ താങ്ക്സാണ് പറഞ്ഞത് മനസ്സിൽ. അറ്റ്ലീസ്റ്റ് അവർ കാരണം എനിക്ക് എൻ്റെ ഭഗവാനെ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല, ഞാൻ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ടും ക്ഷമിക്കണം കേട്ടോ, ഞാൻ യൂട്യൂബിൽ വന്ന് കരയാതിരിക്കാൻ മാക്സിമം നോക്കും. എന്നുവെച്ചാൽ ഞാൻ ഈ ബ്രഹ്മമുരളിക ഭഗവാന്റെ ചാനലാണ്, ഞാനതിൽ പൈസ ഒന്നും നോക്കിയിട്ടല്ല, എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഇടാറുള്ളൂ. പൈസ നോക്കി ഒക്കെ താല്പര്യത്തോടാണ് ഞാൻ ഇതിൽ റെഗുലറായിട്ട് വീഡിയോ ഇടണം. പക്ഷേ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ഒക്കെ ഇട്ട് ഭഗവാൻ എപ്പം നിർത്താൻ പറയുന്ന അപ്പം നിർത്തുകയും ചെയ്യും. അപ്പം വന്ന് വീഡിയോ ഇടാൻ തന്നെ എനിക്ക് മടിയാണ്, ഭഗവാൻ പറയുമ്പോഴാണ് വല്ല വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക, എനിക്കതൊന്നും ഞാൻ നോക്കുന്നുമില്ല. ഞാനിതിപ്പോൾ നിർത്തിയിട്ട് എത്ര പ്രാവശ്യം റീഷൂട്ട് ചെയ്താലും ഈ ഒരു സംഭവം പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. എന്നുവെച്ചാൽ അതെനിക്ക് വലിയൊരു സംഭവം തന്നെയായിരുന്നു. ഞാൻ അങ്ങനെയാണ്, ആദ്യമായിട്ടാണ് ഭഗവാന്റെ അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കുന്നത്. ദേഷ്യവും നമ്മളോടുള്ള സ്നേഹവും സങ്കടവും നിറഞ്ഞൊരു ശബ്ദം. എന്നിട്ട് പറയുന്നത്, അവർക്കറിയാവോ നിനക്ക് എന്ത് സ്ഥാനം വന്നേക്കുന്നത്, എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ നിന്നെ വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ ഏതൊരു ഭക്തിയും കരഞ്ഞു പോകത്തില്ല. അപ്പോൾ ഞാനിനിയിപ്പോൾ എത്ര കട്ട് ചെയ്തിട്ട് റീഷൂട്ട് ചെയ്താലും ഇത് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വരുന്ന നിങ്ങളെ ഇങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ ആ പറഞ്ഞവരോട് എനിക്ക് പിന്നീട് എനിക്ക് ഒത്തിരി താങ്ക്സ് തോന്നുന്നു. വെച്ചാൽ ഞാൻ പുറകെ നടന്ന് ചോദിച്ചിട്ടേ ഭഗവാൻ പറയാത്തൊരു കാര്യം അവർ കാരണം ഭഗവാൻ ഇപ്പം പറഞ്ഞല്ലോ. മാത്രമല്ല എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യവും സ്നേഹവും സങ്കടവും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഭഗവാന് വേണ്ടി ഭക്തർ കരയുമ്പം നമുക്ക് ആ ഭക്തർക്ക് വേണ്ടി ഒരുപാട് ഭഗവാൻ വേദനിക്കുമെന്ന് ഞാനതാണ് ശരിക്കും അറിഞ്ഞത്. ഞാൻ എൻ്റെ ഭഗവാനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമിക്കുമ്പോൾ അതിനപ്പം ഭഗവാൻ വിഷമിക്കുവാണ്, എന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നമ്മൾ പലരുടെയും കാര്യങ്ങളിൽ പണ്ടൊക്കെ ഉള്ള ഭഗവാന്റെ ഭക്തരുടെ കഥകളിലൂടെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അത് സ്വന്തം ജീവിതത്തിൽ വന്നപ്പോഴേ അത് ഭയങ്കര സന്തോഷമുണ്ട്. എന്ത് കണ്ടിട്ടാ ഭഗവാൻ എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു അടുത്തതിലോട്ട് പറയാലോ. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് രാവിലെ
പാല് വെക്കാൻ കുറച്ച് ദിവസം വെക്കാൻ പറ്റാതെ പോയി. അപ്പോൾ അമ്മയാണ് പാല് വെക്കുന്നത്. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം അടുപ്പിച്ച് പാല് വെച്ചു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ പുറത്ത് പോകാൻ നിൽക്കുക, പക്ഷേ അതിന് മുമ്പായിട്ട് അമ്മ വന്നറിയാം, നീ എങ്ങനെയാണ് പാല് വെക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇളം ചൂട് കൊടുക്കും, അല്ല ഒരുപാട് ചൂടാവുക, നമ്മൾ ശ്രദ്ധ പോകുമ്പോഴത്തേക്ക് പാലങ്ങ് ഒരുപാട് ചൂടും ആവുകയാണെങ്കിൽ ഞാൻ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കൈ വെച്ച് വീശി കൊടുക്കും. ആ വീശുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, ഗണപതി പപ്പയും ഉണ്ട് അടുത്ത്. ഞാൻ പറഞ്ഞു രണ്ടാളും കൂടെ ഉടനെ എടുത്ത് കുടിക്കല്ലേ, നാക്ക് പൊള്ളും. നിങ്ങൾ വലിയ ദൈവമൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്കങ്ങനല്ല. അപ്പോൾ ഒരാളെൻ്റെ ചേട്ടനും ഒരാളെൻ്റെ ഹസ്ബൻഡും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര പവറൊക്കെ കാണും, എൻ്റെ മുമ്പിൽ അങ്ങനെയൊന്നും എനിക്കില്ല. അപ്പോൾ ഇതെടുത്ത് ചൂടോടെ കുടിച്ചാൽ വാ പൊള്ളും, അതുകൊണ്ട് ചൂട് മാറിയിട്ടേ കുടിക്കാവൂ എന്നിങ്ങനെ ഞാൻ പറയും. അതല്ലെങ്കിൽ എനിക്കിങ്ങനെ ആറ്റി കൊടുക്കാവുന്ന സമയമില്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞിട്ട് ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതായിരിക്കും എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഞാനങ്ങ് പോയി, എനിക്ക് സമയമായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ പറയാൻ വന്ന കാര്യം? അപ്പം അമ്മ പറഞ്ഞ് 3 ദിവസമായിട്ട് അമ്മ നല്ല തിളച്ച പാലാണ് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് അമ്മയ്ക്ക് പോരും, ഒന്നും പറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവർക്ക് അങ്ങനെ അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ. അമ്മ എന്നോട് പറയുന്നതിൻ്റെ അന്ന് രാവിലെ അമ്മയ്ക്ക് യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. അപ്പം അമ്മ അത് നോക്കി, അമ്മ ആരോ അയച്ചു കൊടുത്തങ്ങാണ്ട, അമ്മ അത് നോക്കിയപ്പം അതിൽ പറയുന്നു, രുക്മിണി ഭഗവാന് ചൂട് പൂരി കൊടുത്തു. ഭഗവാൻ വിശപ്പ് കാരണം പെട്ടെന്ന് കഴിച്ചതും വാ പൊള്ളി. അപ്പോൾ ഉടനെ വിളിക്കുന്നത് രാധയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രുക്മിണിക്കും ഇത്രയും പേര് ഞങ്ങൾ ഇത്രയും വാരി നിൽക്കുന്നത് രാധയെന്നാണ് വാ പൊള്ളിയപ്പോൾ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ പോയി നോക്ക് എന്തുകൊണ്ടാണ് ഞാൻ രാധയെന്ന് വിളിച്ചതെന്ന്. അപ്പം രാധാറാണിയുടെ അവിടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് ചെന്നപ്പം പുറത്തൊരു സഖി നിൽക്കും. അപ്പം ഈ രുക്മിണി വിചാരിക്കും ഇതായിരിക്കും രാധാറാണി എന്ന് ചോദിച്ചിട്ട്, നിങ്ങൾ രാധാറാണിയാണോ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അല്ല, ഞാൻ അതേ രാധാറാണിയുടെ സഖിയാന്ന് പറയും. അപ്പോൾ രുക്മിണി മനസ്സിലാക്കിയേ, സഖിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ രാധാറാണി എന്തുമാത്രമായിരിക്കും സുന്ദരിയായിരിക്കും. പക്ഷെ അകത്ത് ചെന്നപ്പോൾ രാധാറാണി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ എന്തിതാ ചെയ്തത്? എൻ്റെ ഭഗവാൻ നിങ്ങൾ ചൂട് പൂരി കൊടുത്തില്ലേ, അതുകൊണ്ട് എൻ്റെ വായും പൊള്ളി. അപ്പോൾ ഞാൻ വൃന്ദാവനത്തിലുള്ളപ്പം ഭഗവാൻ ഇങ്ങനെ എന്താ പറയുക, ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചൂടൊക്കെ നോക്കിയൊക്കെ ആയിരുന്നു കൊടുക്കുന്നത്. അതുപോലെ വേണ്ടായിരുന്നോ കൊടുക്കാൻ. അപ്പം അപ്പോഴാണ് രുക്മിണിക്ക് മനസ്സിലായത് നമ്മൾ അങ്ങനത്തെ ഒരു ആ വീഡിയോ ആണ് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പോൾ അമ്മ പറയാം, ഞാൻ നീ കൊടുക്കുന്ന പോലെ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഉടനെ യൂട്യൂബ് വന്നു, ഞാൻ അങ്ങനെയല്ല കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ വെറുതെ വെച്ചിട്ട് വരുവല്ല, ഞാനങ്ങനെ ചൂടാണെങ്കിൽ ചൂടിൻ്റെ അനുസരിച്ച് സംസാരിക്കും, അങ്ങനെ നോക്കിയാൽ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ഇത് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ തിരുനേത്രം ചാനലിൽ വീഡിയോ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ് എൻ്റെ വീട്ടിലുള്ളവർ അറിയുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങൾ പോലും അറിയുന്നത്. അതിലും അച്ഛൻ കേട്ടിട്ടില്ലായിരുന്നു, എൻ്റെ അനിയനും അമ്മയാണ് കേട്ടെ. അപ്പോൾ അവർക്ക് എത്രയായാലും അത്ര അങ്ങോട്ട് വിശ്വാസം വരത്തില്ലല്ലോ. പിന്നെ ഈ തിരുനേത്രം ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും അറിയത്തുമില്ലായിരുന്നു. പക്ഷേ കൊടുത്തു കഴിഞ്ഞ് വരാൻ തുടങ്ങിയപ്പം ഇവർക്ക് എൻ്റെ അനിയനെ പ്രത്യേകിച്ച് ഇതിപ്പം ഭക്തിമുഹൂർത്ത് ഭ്രാന്തായതാണോ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്ക് വിഷമമൊക്കെ തോന്നി. ഇനിയിപ്പോൾ എന്നെ വല്യേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വല്യേച്ചി എന്തുവാ അമ്മയെ നമ്മുടെ കൈവിട്ട് പോയോ, ആൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ ആളിങ്ങനെ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭഗവാന്റെ കൂടെ നിൽക്കുന്നവരുടെ ചുറ്റുമുള്ളവരെ അവരുടെ രീതിയിൽ എങ്ങനെയാണോ അവർക്ക് ആ ഒരു വിശ്വാസം വരുത്തുന്നത് വെച്ചാൽ അതുപോലെ പ്രവർത്തിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു പ്രവർത്തനമായിരുന്നു അമ്മയടുത്ത്. രണ്ടാമത് എൻ്റെ അനിയന് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞെന്ന്, അപ്പോൾ അവന് വിശ്വാസം വരുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഈ ബ്രഹ്മമുരളികയുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതുവരെ എനിക്കില്ലായിരുന്നു ആ ബ്രഹ്മമുരളികയുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ബ്രഹ്മമുരളിക എന്ന് എഴുതി കാണിക്കുന്ന സംഭവം ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഈ ടെക്നോളജിയെ പറ്റിയൊന്നും അധികം അറിയത്തില്ല. അപ്പം തിരുനേത്രം ചാനലിൽ ഇതൊക്കെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ
അനിയനോട് ചോദിച്ചു, ഒന്ന് എനിക്ക് ചെയ്തു തരാമോ, ഇങ്ങനെ ബ്രഹ്മമുരളിക എന്ന് എഴുതി വരണം, പേജ് ഇങ്ങനെ കൃഷ്ണൻ്റെ ഫോട്ടോ വരണം, എന്നിട്ട് ബ്രഹ്മമുരളിക എന്ന് പേര് വരുന്ന രീതിയിലാക്കി തരും. അപ്പം ആൾ ചോദിച്ചു, അതിൻ്റെ താഴെ അങ്ങനെ ചേച്ചിയുടെ പേരിടണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞതായിട്ട്, വളരെ കുഞ്ഞതായിട്ട് കാണല്ല എൻ്റെ പേര്, ഞാൻ ആ ചാനലിൽ പറഞ്ഞ പോലെ എനിക്കല്ലല്ലോ പ്രാധാന്യം, എന്നാൽ കുഞ്ഞതായിട്ട് ഒരു ചെറിയൊരു ഉറുമ്പ് പോകുന്ന പോലെ ഡോക്ടർ വിജയലക്ഷ്മി എന്നോ അല്ലെ വിജയലക്ഷ്മി എന്നോ എന്താണെന്ന് വെച്ചാൽ വെച്ചോളാൻ പറഞ്ഞു. ആൾ 1/4 മണിക്കൂർ നമുക്ക് ഓരോ എനിക്കിഷ്ടമുള്ള ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അപ്പോൾ ആൾക്കറിയാം എനിക്ക് ഇന്ന ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടുപിടിച്ച് എല്ലാം ചെയ്ത് മാച്ച് ആകും. മ്യൂസിക് വലിയേച്ചി എന്നെ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വീഡിയോയും എല്ലാം സെലക്ട് ചെയ്ത് 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ ഉടനെ വിളിച്ചിട്ട് പറയാം, വലിയേച്ചിയുടെ പ്രശ്നമുണ്ട്. ഞാൻ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞ് ഈ നിങ്ങൾ കാണുമ്പോൾ അറിയാം, കൃഷ്ണൻ ഒരു ഓടക്കോയിൽ നിൽക്കുന്നു, ആകാശം നീലയും, എന്നിട്ട് ബ്രഹ്മമുരളിക താഴെ കുഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട്, പിന്നെ ആർക്കും എന്നെ ഇങ്ങനെ അത്ര പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല, എനിക്കിനി പ്രാന്താണെങ്കിലോ എന്ന് വെച്ചിട്ട് കുഞ്ഞതായിട്ട് ഡോക്ടർ വിജയലക്ഷ്മി എന്നുള്ളത് വെച്ച് ആൾ 45 മിനിറ്റ് ചെയ്തപ്പോഴും ഈ ബ്രഹ്മമുരളിക ഇങ്ങനെ പതുക്കെ തെളിഞ്ഞു വരുന്ന പോലെ ആണ്. ഈ പേരിന്, എൻ്റെ പേരിൻ്റെന് ഒന്നും മാറ്റമില്ല. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം വെച്ചാൽ നിങ്ങളതിൽ നോക്കിയേ കാണാം, ബ്രഹ്മമുരളിക എന്ന് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പം ആ ഡോക്ടർ വിജയലക്ഷ്മി എന്നുള്ളത് പുറത്തോട്ട് കുറച്ച് വലുതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആൾ ചെയ്തതല്ല. ആൾ പറയാം, 45 മിനിറ്റ് ഞാനത് ചെയ്തിട്ടും ഞാനല്ല അത് ചെയ്തത്. അപ്പോൾ ഈ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ SS രാജമൗലിയുടെ സിനിമയുടെയൊക്കെ അവസാനം സംവിധായകൻ്റെ പേരിങ്ങനെ എടുത്തു വരും. അതായത് SS രാജമൗലിയുടെ ആ സംവിധായകൻ്റെ സിഗ്നേച്ചർ പോലെയാണ്, ആളുടെ സിഗ്നേച്ചർ, സിനിമയുടെ സിഗ്നേച്ചറാണ് അത്. ഇങ്ങനെ വന്നെങ്കിൽ അത് ആളുടെ സിനിമയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുപോലാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം, 45 മിനിറ്റായിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യം അത് പുറത്ത് പ്രൊഡക്റ്റായിട്ട് വന്നപ്പോൾ അവസാനം എൻ്റെ പേരാണ് തെളിയിച്ച് കാണിച്ചത്. അതായത് അങ്ങനെ മനസ്സിലായി, ഭഗവാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഭഗവാന്റെ ഭക്തരും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്നെ അവിടെ ചെറുതായി ഇനി മാനസിക വിഭ്രാന്തിയാണോ അങ്ങനെയൊക്കെ വിചാരിച്ചവരുടെ മുമ്പിൽ ഇല്ല, ഇത് ഞാനുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും അങ്ങ് നിറഞ്ഞാടുകയാണ് ഭഗവാൻ. ഇപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം അങ്ങ് ആളിങ്ങനെ തെളിഞ്ഞങ്ങ് കാണിക്കുക, ഞാനുണ്ട് ഇവിടെ എന്നുള്ള, അവളുടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് അത് സംഭവം വന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കങ്ങ്, എൻ്റെ അനിയൻ അങ്ങ് വിശ്വാസമായി തുടങ്ങി. അപ്പം അതുപോലെയാണ് ഇതിലെ നന്ദിയോടെ സർവം കൃഷ്ണം എന്നുള്ളത്. ഞാൻ പറയില്ലേ, ഞാൻ ഇട്ടത് അതിനകത്ത് ഓഡിയോ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ, ഞാനതിലിട്ടത് നന്ദിയോടെ സർവം കൃഷ്ണം എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തത്. വൈകുന്നേരം ആയപ്പോൾ പലരുടെ മെസ്സേജും കമൻറ്റും കണ്ടപ്പോൾ എനിക്ക് സംശയം കാരണമാണ് അവരോടൊക്കെ ചോദിച്ചപ്പോഴാണ്, ചിലർക്ക് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ചിലർക്ക് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഓൾ ദ ബെസ്റ്റ്, ചിലർക്ക് നന്ദിയോടെ സർവം കൃഷ്ണം, ഇങ്ങനെ 3 ടൈറ്റിലാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ ഉടനെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ 3 എണ്ണം വരുന്നു, അങ്ങനെ വരാറുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, രണ്ട് രീതി ചിലപ്പോൾ വരും, ഒന്ന് മലയാളത്തിൽ, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ഈ യൂട്യൂബുകാർ തന്നെ ഓട്ടോ ഡബ് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോ ജനറേറ്റ് ചെയ്ത് അതിങ്ങനെ 2 പേരിൽ വരും. ഇത് 3 എണ്ണം വരത്തില്ല വലിയേച്ചി. എന്നിട്ട് ഉടനെ ആൾ ഇത് കൃഷ്ണൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആളെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അത് അത്ര വിശ്വാസമായി ആൾക്ക്. അത് മാത്രമല്ല, ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ അങ്ങ്, ഞാൻ പറഞ്ഞത്, നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും, ഞാൻ പറഞ്ഞില്ലേ ഹൃദയത്തിലാണ് വെച്ചേക്കുന്നതെന്നൊക്കെ ആൾ പറയും, അതൊക്കെ സത്യമാണ്. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ എന്നെ എൻ്റെ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാനായിരിക്കും ഇങ്ങനെ, സത്യം പറഞ്ഞാൽ എന്നെ എന്താ പറയുക, ഈ തീച്ചൂളയിൽ കൂടെ, മൂക്കറ്റം തീച്ചൂളയിൽ കൂടെ തന്നെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്വാസം വിടാൻ മാത്രം ഒരു ഗ്യാപ്പ് തന്നിട്ട്. പക്ഷേ എനിക്ക് അതിൽ ഇപ്പോൾ വിഷമമില്ല കേട്ടോ. എന്താ വെച്ചാൽ പണ്ടൊക്കെ അങ്ങനെയൊക്കെ നടക്കുമ്പം ഞാൻ ഭഗവാനെ കുറ്റപ്പെടുത്തുമായിരുന്നു, ഇതെന്തൊരു ദൈവമാണെന്നൊക്കെ. പക്ഷേ ഇപ്പം ആ ഒരു കാഴ്ചപ്പാട് മാറി. ആരെങ്കിലും ഭഗവാനെ കുറ്റപ്പെടുത്തിയാലും അവരുടെ സങ്കടം കൊണ്ടല്ലേ ഭഗവാനെ നീ അങ്ങ് ക്ഷമിച്ചേക്കണേന്നുള്ളിൽ ഞാൻ പറയും. ആ ഒരു രീതിയിലാക്കി ഭഗവാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയാം. പിന്നെ ഞാൻ ഈ വന്ന് പറയുന്നതിലൊന്നുമല്ല കാര്യം. ഞാനിപ്പോൾ ഇനി എത്ര വീഡിയോസ് വന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള ആളെ മനസ്സിലാക്കി
അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സഹജീവികളോടുള്ള സ്നേഹം. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ വന്ന എത്ര നിമിഷം കൊണ്ട് നമ്മളൊക്കെ ആർക്കറിയാം അല്ലേ? ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ഷോപ്പിൽ പോയി സാധനം, ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എന്ത് മേടിച്ചാലും നമുക്ക് ഗ്യാരണ്ടിയോ വാറണ്ടി പേപ്പറൊക്കെ ഉണ്ട്. വാറണ്ടി പേപ്പർ ഇല്ലാത്ത ഒറ്റൊരു ജീവിയേ ഉള്ളൂ. ജീവികൾ അല്ല, ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള ജീവികൾ അല്ലേ? പ്രത്യേകിച്ച് മനുഷ്യന് എന്ത് വാറണ്ടി പേപ്പർ? അപ്പോൾ എന്ത് കണ്ട് നമുക്ക് അഹങ്കരിക്കാനാവുള്ളത്? അല്ലെങ്കിൽ എന്ത് കണ്ട് നമ്മൾ വേറൊരാളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വിഷമിപ്പിക്കുക? എന്തിൻ്റെ പേരും നമുക്ക് ചെയ്യാൻ പറ്റും? എന്ത് കണ്ട് അഹങ്കരിക്കാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുന്നു, അടുത്ത നിമിഷം നമ്മൾ താഴെ വീണ് മരിക്കാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലെ ഒരു പ്രസിഡൻറ്റ്, അധികം പ്രായമില്ല, അതിന് ആള് കുഴഞ്ഞു വീണ് മരിച്ചു. അതിൻ്റെ ഒരു 2 ദിവസത്തിന് മുമ്പ് ആൾ ഭയങ്കര ബഹളമായിരുന്നു, പ്രസിഡൻറ്റ് സ്ഥാനം വേണമെന്നൊക്കെ പറഞ്ഞ്. അത് എനിക്കറിയത്തില്ല ഇദ്ദേഹത്തെ. ഇങ്ങനെ നമ്മുടെ ആ ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ട് ആരാ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞാണ് അറിയാവുന്നത്. പക്ഷെ ഞാൻ പറയുവാണ്, നമ്മൾ എന്ത് കണ്ടിട്ടാണ് വേറൊരാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കേണ്ടത്? ഇപ്പം തന്നെ ഞാൻ ആ പറഞ്ഞ പോലെ ഓരോ ഡൗറിയുടെ പേരിലും ഒക്കെ എന്നെപ്പോലെ തന്നെ അവളും ജീവിക്കാൻ വന്നു. വീടെന്നുള്ളതിനുപരി ഈ ലോകത്ത് തന്നെ മനുഷ്യർ നമ്മളെ പോലെ തന്നെ, അവൻ ജീവിക്കാൻ വന്നല്ല, അവൾ ജീവിക്കാൻ എന്നെ പോലെ തന്നെ ദൈവം സൃഷ്ടിച്ചു വിട്ടു. ഞങ്ങൾക്കൊക്കെ ആകെ ചെയ്യാൻ പറ്റുന്ന പരസ്പരം ഒന്ന് സഹായിക്കുക, അവനവൻ്റെ ആത്മാവിൻ്റെ പുരോഗതിക്ക് വേണ്ടി അല്ലേ? അത് ചെയ്യാൻ നോക്കുക. അല്ലാതെ നമുക്ക് എന്ത് കണ്ട് അഹങ്കരിക്കാനാണ്? അപ്പം പരസ്പരം കരുതലോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവനവൻ്റെ കർമ്മം നല്ലതാക്കിയും ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിനും, നമ്മുടെ പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിന് ഒന്നിനും ഒരു ഗ്യാരണ്ടിയോ ഒന്നുമില്ല. അപ്പോൾ ഒരാളെ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഒരു ബ്ലാക്ക് ബോളും കൂടെ ബാഗിലിട്ടോ ആ എണ്ണം കൂട്ടിയെന്നേ ഉള്ളൂ അടുത്ത നിമിഷം മരിക്കുമ്പോൾ. അപ്പോൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കരുതലോടെ നിൽക്കുക. നമ്മളൊരാളെ ഉപദ്രവിച്ചില്ലെങ്കിലും സാരമില്ല. ഇപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനലോ, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ പരിസരത്തുള്ളവരോടായിരുന്നു ആരെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പരസ്പരം ഗോസിപ്പ് പറയും, അവരെ ഒന്ന് വിഷമിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും കൂടെ വന്നതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇടുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാടിയിട്ടാലോ, അല്ലെങ്കിൽ എന്ത് അവർക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്താലും അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചീത്തയായിട്ട് അവരെ വിഷമിപ്പിച്ചില്ലെങ്കിൽ അത് പറഞ്ഞു കഴിയുമ്പം ഈ പറയുന്നവർക്ക് എന്തൊരു സന്തോഷം പോലെ. എന്ത് സന്തോഷം അതിൽ കിട്ടുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഞാനൊരു ഇങ്ങനെ സോഷ്യൽ മീഡിയ വെച്ച് പറഞ്ഞല്ലോ, അല്ലാതെ തന്നെ നമ്മുടെ അയൽക്കാരോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക. എന്നുവെച്ചാൽ നമ്മളെപ്പോലെ തന്നെ ഭഗവാൻ, ദൈവം, അത് ഏത് നാമം ഇട്ട് വിളിച്ചാലും ഏത് ജാതി മതവും എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലായാലും ആ ജീവി ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നതാണ്. അത് എത്ര നാളുണ്ട് അവരെന്നും നമുക്കറിയത്തില്ല, നമ്മൾ എത്ര നാളെന്ന് നമുക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഗുണം ചെയ്തില്ലെങ്കിലും ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിനിയിപ്പോൾ എത്ര വീഡിയോസ് ഇട്ടാലും ഇപ്പം തന്നെ തിരുനേത്രത്തിലെ ഒരു 10 വീഡിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ, ഇപ്പം ഞാനൊരു വീഡിയോ, അങ്ങനെ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഭഗവാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വാസം. അപ്പോൾ ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ വന്ന് പുതിയ മെസ്സേജോ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതിലല്ല കാര്യം, അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നതിലാണ് കാര്യം. ഇപ്പം ഞാനല്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ വന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലേ, ഇപ്പം തന്നെ സ്വസ്തിക, ഹരിദാസ്, അവരൊക്കെ വന്ന് പഠിച്ചാണ്, എന്നെപ്പോലെയല്ല, പഠിച്ച് കാര്യങ്ങൾ വന്ന് പറയുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കുറേ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇനിയും വന്ന് വീഡിയോസ് ഇടൂ എന്ന് പറഞ്ഞതിലല്ല കാര്യം. ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു പറയാൻ. ഇനിയും ഭാവിയിൽ ഭഗവാൻ അനുവദിച്ചാൽ വരാം, അനുവദിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഭഗവാൻ ഈ ചാനലിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളങ്ങ് ചെയ്താൽ മാത്രം മതി. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പരസ്പരം സ്നേഹിക്കുകയും കരുതലോടെ കഴിയുകയൊക്കെ ചെയ്യുക. അവർ നന്നാവട്ടെ, എന്നിട്ട് ഞാൻ നന്നാവാമെന്ന് വെച്ചാൽ ആരും നന്നാവാൻ പോകുന്നില്ല. നമുക്ക് തുടങ്ങാം ആദ്യം, നമ്മുടെ ചുറ്റും നമുക്ക് ഉള്ളിലും നല്ല കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോഴും അങ്ങനെങ്കിലും സെൽഫിഷ് ആവും അല്ലേ? ആ ഒരു കാര്യത്തിലെങ്കിൽ ഞാൻ എൻ്റെ കർമ്മഫലം ശുദ്ധമാക്കാൻ പോവാം, അതിലൊരു സെൽഫിഷ്നെസ് കൊണ്ടുവരിക.
അതിലൊരു ഞാൻ കുറച്ച് ഒരു വൈറ്റ് ബോൾ അധികം മേടിക്കാം, അങ്ങനത്തെ കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും മെസ്സേജ് ഞാൻ പറഞ്ഞത് ക്ലിയറായിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ നന്ദി. രാധേ രാധേ കൃഷ്ണ.